ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ഞാനൊരു സൂപ്പർ മാർക്കറ്റിലെ ചായപ്പൊടി കമ്പനിയിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിലാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവര് പരിചയപ്പെടുത്താൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് വന്നത്. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന പോലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡിൽ നിന്ന് മാറാൻ തയ്യാറല്ലായിരുന്നു. കാരണം ആദ്യം ഞാന് ഒരു പിന്നെ ഈ അതുപോലെ തന്നെ ആദ്യം ഒരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തിരുന്നു. അതിൽ ഒരുപാട് പൈസ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നഷ്ടം വരുന്നത് കൊണ്ട് മാത്രം തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് കൊണ്ടും ഞാൻ എങ്ങനെ എന്റെ ഫാമിലി റിലേറ്റീവ്സ് കൂടിയായ ബിന്ദുമേടം കൃഷ്ണ സാറും വന്നപ്പോ എങ്ങനെയാണ് നമുക്ക് അവരൊരു റിജക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സില്ലാത്തത് കൊണ്ട് മാത്രം അന്ന് ഞാൻ ആ ഒരു ജോയിന്റ് ഫോമിൽ സൈൻ ചെയ്തു. പിന്നെ മജീദ് സാറ് പറഞ്ഞു, എന്താ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നൊന്നും ഞാൻ അത് ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറല്ലായിരുന്നു. എങ്കിൽ പോലും ഞാന് ബിന്ദുമേടം കൃഷ്ണ സാറ് വന്നതല്ലേ എന്ന് വിചാരിച്ച് അവരെ മടക്കി പറഞ്ഞയക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അന്ന് ആ ഒരു ഫോമിൽ ഒപ്പിട്ടുവെങ്കിലും വീട്ടിൽ നിന്ന് എനിക്ക് പല നെഗറ്റീവുകളും അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് വേണ്ടി കിട്ടാൻ വേണ്ടി സാധിച്ചു. അപ്പോ ഞാൻ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരുന്ന ഫീൽഡിൽ ഞാൻ അങ്ങനെ ചെയ്തോണ്ടേയിരുന്നു. ഈ ഒരു എന്റെ മൈൻഡിൽ ഒരു മൈ ലൈഫ് എന്നുള്ള ചിന്ത ഉണ്ട്. കാരണം നമ്മളെ റിലേറ്റീവ് കൂടിയായ ബിന്ദുമേടം എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, നീ ആ ചെയ്യുന്നതിന്റെ കൂടെ ഇതും കൂടെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൂടെ, നമുക്ക് എന്തായാലും ഒരുപാട് കസ്റ്റമേഴ്സിനെ പരിചയമുള്ള ആളല്ലേ, ഈ ഇങ്ങനെ ഫീൽഡായിട്ട് 4-5 വർഷമായിട്ട് ഫീൽഡ് വർക്കിന് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കല്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ട സമയത്ത് ഞാന് ഒരു കാര്യം വിചാരിച്ചു, ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു എന്താ പറയാ നമുക്കൊരു സാഹചര്യം കൊണ്ട് ഞാനൊരു ഇതിലായി. അപ്പൊ ആ ഒരു സമയത്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു. പിന്നെ എന്നെ ഇതിലേക്ക് ബിസിനസ്സിലേക്ക് വന്നത് മാത്രമല്ല, നമ്മളെ കൂടെ നിൽക്കുന്ന ഓരോ ലീഡേഴ്സിനും ഈ അവസരത്തിൽ നന്ദി പറയാണ്.